ആഗോളതാപനം ഇന്ത്യൻ പ്രണയകഥ എന്ന സത്യനന്ദിക്കാട് സിനിമയിൽ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം ആക്ഷേപഹാസ്യ രൂപത്തിൽ ജനകീയമാക്കിയ പദമാണത്. പിന്നീട് ചാനൽ ചർച്ചകൾക്ക് പോകുന്നവരെ പരിഹസിക്കാനുള്ള ഒരു വലിയ സർക്കാസ്റ്റിക് വേർഡായി അത് മാറി. തമാശ വിടാം, ഈ സംഭവം ആഗോളതാപനം അഥവാ ഗ്ലോബൽ വാർമിംഗ് കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായി ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി കണക്കാക്കുന്ന പ്രതിഭാസമാണ്. ഗ്ലോബൽ വാർമിംഗ്, ഹരിതഗൃഹ പ്രഭാവം എന്നൊക്കെ കേൾക്കുന്നതല്ലാതെ ലോകരാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയും കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുമൊക്കെ ഇത്ര ഭയാനകമായ ആശങ്കയോടെ കാണുന്ന ഈ പ്രതിഭാസം എന്താണെന്ന് നാം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം തൽക്കാലം നമുക്ക് ജീവിക്കാൻ ഈ ഭൂമി മാത്രമേ ഉള്ളൂ. ഈ ഭൂമി ഇങ്ങനെ തന്നെ നിലനിർത്തുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ പങ്ക് വഹിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ സുപ്രധാനമാണ്. എന്നാൽ നമുക്കിന്ന് ഈ വിഷയം തന്നെ ചർച്ച ചെയ്യാം, അല്ലേ? എന്നാൽ തുടങ്ങിയാലോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാബു പ്രസാദ്. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ പിന്തുണയാണ് ഈ ചാനലിൻ്റെ ജീവൻ. 1970കളിൽ ശുക്രനിൽ ലാൻഡ് ചെയ്ത റഷ്യയുടെ വെനീറ പേടകം ഭൂമിക്ക് വലിയൊരു മുന്നറിയിപ്പ് നൽകി. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഫ്ലൂറോ കാർബൺ നിറയ്ക്കരുത്. അങ്ങനെ ചെയ്താൽ കാത്തിരിക്കുന്നത് ഭൂമിയും മറ്റൊരു ശുക്രനായി മാറും എന്നതാണ്. ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നുന്നു. കൂട്ടുകാരെ, സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബുധനല്ല. ബുധനിൽ നിന്നും 6 കോടി കിലോമീറ്റർ സൂര്യനിൽ നിന്നും അകന്നു നിൽക്കുന്ന ശുക്രനാണ്. അതെന്തുകൊണ്ടാണെന്നറിയുമോ? ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ 95% കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡുമാണ്. ഈ വാതകങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവ ചൂടിനെ പരമാവധി ആഗിരണം ചെയ്ത് നിൽക്കുന്ന ഇടത്തെ ചൂട് കൂട്ടും. ശുക്രനിലെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും പൊതിഞ്ഞു നിൽക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും മേഘങ്ങളും കൂടി സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെ മുഴുവൻ വിഴുങ്ങി പുറത്തു പോകാൻ അനുവദിക്കാതെ അവിടുത്തെ ചൂടും പ്രഷറും കൂട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇപ്പോൾ ശുക്രനിലെ സാധാരണ ചൂട് എന്നത് 500 ഡിഗ്രി സെൽഷ്യസിനടുത്താണ്. വെള്ളം തിളയ്ക്കുന്നതിന് 100 ഡിഗ്രി മതി, അതിൻ്റെ 5 ഇരട്ടി. ഭൂമിയിലെ ആവറേജ് ചൂട് ഏതാണ്ട് 15 ഡിഗ്രിയാണ് എന്ന് ഓർക്കണം. അതായത് കാർബൺ ഡൈ ഓക്സൈഡിന് ചൂടിനെ പിടിച്ചു നിർത്താൻ കഴിയും. അതെന്താ അങ്ങനെ? മറ്റു വാതകങ്ങൾക്കൊന്നുമില്ലാത്തൊരേർപ്പാട്. അത് സത്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്യുലാർ സ്ട്രക്ചർ, തന്മാത്രാ ഘടന കൊണ്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡിൽ പേരുപോലെ തന്നെ 2 ഓക്സിജൻ ആറ്റങ്ങളും 1 കാർബൺ ആറ്റവും ചേരുന്നതാണ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ. CO2 എന്നല്ലേ പറയുക. ഈ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജൻ ആറ്റങ്ങളും തമ്മിലുള്ള ബോണ്ടിങ് വളരെ ഫ്ലെക്സിബിളാണ്. സൂര്യപ്രകാശത്തിലെ ഇൻഫ്രാറെഡ് റേഡിയേഷനുകൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയിൽ തട്ടുമ്പോൾ ആ എനർജി സ്വീകരിച്ച് അതിലെ ആറ്റങ്ങൾ മേൽപ്പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി കാരണം വൈബ്രേറ്റ് ചെയ്യും. ഓരോ വൈബ്രേഷനിലും ഇത് ഊർജം വിഴുങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വിഴുങ്ങുന്ന ആ എനർജി ചൂടായി പുറത്തുവിടും. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം പരിസരത്തെ ചൂടാക്കും. നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ 78% നൈട്രജനും 21% ഓക്സിജനുമാണ്. ബാക്കിയുള്ള 1% കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ള വാതകങ്ങളുള്ളത്. നൈട്രജൻ, ഓക്സിജൻ തന്മാത്രകൾക്ക് മേൽപ്പറഞ്ഞ കഴിവില്ല. എന്നാൽ ആ 1% താഴെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് ഭൂമിയിലുണ്ടാകുന്ന ചൂടിനെ പുറത്തു പോകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. സത്യത്തിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തെ ബാലൻസ്ഡായി നിലനിർത്തുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻഫ്രാറെഡ് റേഡിയേഷനെ സ്വീകരിച്ച് ചൂട് പുറത്തുവിടുന്നത് കൊണ്ടാണ് അന്തരീക്ഷത്തിലെ ശരാശരി ആവറേജ് ചൂട് 15 ഡിഗ്രിയിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ രാത്രികാലത്ത് ഭൂമിയിൽ എല്ലായിടത്തും -25-30 ഡിഗ്രിയും പകല് 70-80 ഡിഗ്രിയുമൊക്കെ ചൂടുണ്ടാകുമായിരുന്നു. ഭൂമിയിലെ ജീവിതം അസാധ്യമാകുമായിരുന്നു. വാസ്തവം പറഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയുടെ ഒരു പുതപ്പാണ്. തണുപ്പ് കൂടുമ്പോൾ ശരീരത്തിൻ്റെ ചൂട് നിലനിർത്താനാണല്ലോ നാം പുതയ്ക്കുന്നത്.
അതുപോലെ ഭൂമിയിലുണ്ടാകുന്ന ചൂട് പുറത്തു പോകാതെ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചുവിടുന്ന ഭൂമിയുടെ പുതപ്പാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ്. എന്നാൽ നല്ല ചൂടുള്ളപ്പോൾ നമ്മൾ കമ്പിളി പുതച്ചാലോ നാം ചുട്ടുപൊള്ളും. അത് തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന പുതപ്പിന് കട്ടി കൂടിയാൽ ഭൂമിക്കും സംഭവിക്കുന്നത്. ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് 95% ശുക്രൻ്റെ അവസ്ഥയാണ് തുടക്കത്തിൽ പറഞ്ഞത്. കൂട്ടിയിട്ട കാട്ടുമൃഗത്തെ പോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ തടവറയിൽപ്പെട്ട ചൂടാണ് ശുക്രനെ ഒരു തീഗോളമായി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമാണ്. കുറഞ്ഞാൽ ഭൂമിയിലെ താപനില ഒരു കൺട്രോളുമില്ലാതെ കൂടുകയും കുറയുകയും ചെയ്യും. കൂടിയാലോ ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും ശരാശരി ചൂട് കൂടും. ഭൂമിയിലെ ജീവൻ നിലനിൽക്കാൻ എപ്പോഴും ഒരു ശരാശരി റേഞ്ചിൽ ചൂട് നിലനിൽക്കണം. ഭൂമിയുടെ ശരാശരി ചൂട് മേൽപ്പറഞ്ഞ 15 ഡിഗ്രിയാണ്. ധ്രുവപ്രദേശങ്ങളിലെ കൊടും തണുപ്പും മധ്യരേഖാ പ്രദേശങ്ങളിലെ കൊടും ചൂടും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു ശരാശരിയാണിത്. ഇത് കൂടിയാൽ സംഭവിക്കുന്നത് എന്താണ്? ധ്രുവപ്രദേശങ്ങളിലെയും ഹിമാലയത്തിലെയും ഒക്കെ മഞ്ഞ് കൂടുതലായി ഉരുകും. സമുദ്രജലം കൂടും. അതിൻ്റെ ലെവല് വർദ്ധിക്കും, വികസിക്കും. അപ്പോൾ ഒരുപാട് കരകൾ മുങ്ങി കടലെടുത്തു പോകും. ഭൂമിയുടെ ശരാശരി ചൂടിനെ ആധാരമാക്കിയാണ് സമുദ്രജല പ്രവാഹങ്ങളും മൺസൂൺ പോലുള്ള പ്രതിഭാസങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അതിൻ്റെ എല്ലാം താളം തെറ്റും. കൂടുതലായി സമുദ്രജലം നീരാവിയാകും. അത് വലിയ പേമാരികളായി പെയ്യും. കൊടും ചൂടും ഭീകര മഴയും സാധാരണമാകും. ശരാശരി ചൂട് ഉയരുമ്പോൾ ഒരുപാട് ജീവജാലങ്ങളും സസ്യലതാദികളും ഇല്ലാതാകും. അങ്ങനെ ജീവികൾക്ക് വസിക്കാൻ സാധിക്കാത്ത ഒരു മൃതഗ്രഹമായി നമ്മുടെ ഭൂമി മാറും. ശുക്രനെ പോലെ, ബുധനെ പോലെ, ചന്ദ്രനെ പോലെ. ഭൂമിയുടെ ചൂട് ഇങ്ങനെ കൂടുന്ന പ്രതിഭാസമാണ് ആദ്യം പറഞ്ഞ ആഗോള താപനം അഥവാ ഗ്ലോബൽ വാർമിംഗ്. അത് വെറും തമാശയായി തള്ളിക്കളയാനുള്ളതല്ല. അതുപോലെ കേൾക്കാൻ സുഖമുള്ള ഒരു പേരും നാം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്: ഹരിതഗ്രഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. കേൾക്കാനുള്ള സുഖമേ ഇതിനുള്ളൂ കേട്ടോ. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ മറ്റൊരു പേരാണിത്. നമ്മൾ പ്രൊഫഷണലായി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലെ ഗ്രീൻ ഹൗസുകൾ കണ്ടിട്ടില്ലേ? ഈ ഗ്രീൻ ഹൗസുകൾക്ക് ചൂടും ഈർപ്പവും നഷ്ടപ്പെടാതെ അതിനുള്ളിൽ പിടിച്ചു നിർത്തി കൃഷിയെ കൂടുതൽ പ്രൊഡക്റ്റീവാക്കാൻ സഹായിക്കും. വഴുതനയും മത്തനും വെണ്ടയുമൊക്കെ സാധാരണ പുറത്ത് കൃഷി ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടി വിളവ് ഗ്രീൻ ഹൗസുകളിൽ നൽകും. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്ന അന്തരീക്ഷം ഭൂമിക്കൊരു ഗ്രീൻ ഹൗസ് പോലെയാണ്. അത് വിനാശകരമാണ്. ഒട്ടും ചൂട് ബഹിരാകാശത്തേക്ക് പോകാതെ ഇവിടെ കെട്ടിക്കിടക്കുമ്പോൾ മേൽപ്പറഞ്ഞ ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുകയാണ്. മനുഷ്യ പുരോഗതിയുടെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഈ ഗ്ലോബൽ വാർമിംഗ്. സാധാരണഗതിയിൽ ജീവജാലങ്ങൾ ശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കൈകാര്യം ചെയ്യാൻ ഭൂമിയിലെ സസ്യജാലം ധാരാളം മതി. പകൽ സമയം ഈ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് അതിലെ കാർബണിനെ വിഘടിപ്പിച്ച് ഓക്സിജൻ പുറത്തേക്ക് വിട്ടാണ് സസ്യങ്ങൾ അവർക്കാവശ്യമായ ഭക്ഷണം പാകം ചെയ്യുന്നത്. സൂര്യപ്രകാശവും വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് വളരെ സങ്കീർണമായ പ്രക്രിയയിലൂടെയാണ് ഇത് നടക്കുന്നത്. അതായത് ജീവനുള്ള ജന്തുക്കൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് സസ്യങ്ങളുടെ ഇന്ധനം. അങ്ങനെ പരസ്പര പൂരകമായിട്ടാണ് ഭൂമിയിലെ ജീവസംവിധാനം പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയോ കുറയുകയോ ചെയ്യാതെ ഒരു ഒപ്റ്റിമം ലെവലിൽ നിൽക്കുന്നു. എന്നാൽ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം കഴിഞ്ഞ 2-3 നൂറ്റാണ്ടുകളിൽ കളി മാറി. കിലോമീറ്ററുകളോളം ആഴങ്ങളിൽ നിന്ന് കൽക്കരിയും പെട്രോളിയവും കുഴിച്ചെടുത്ത് കപ്പലുകളും വിമാനങ്ങളും കോടിക്കണക്കിന് വാഹനങ്ങളും 10,000-കണക്കിന് ഫാക്ടറികളും എല്ലാം കൂടി ദശലക്ഷക്കണക്കിന് ടൺ കാർബൺ ഡൈ ഓക്സൈഡാണ് അന്തരീക്ഷത്തിലേക്ക് തള്ളുന്നത്. ഇത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂട്ടാൻ തുടങ്ങി. കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡിനെ നാച്ചുറലായി ആഗിരണം ചെയ്യുന്ന സസ്യങ്ങളുടെ എണ്ണം വ്യാവസായിക വളർച്ചയുടെ ഭാഗമായി കുറയാൻ തുടങ്ങി. ഇത് രണ്ടും കൂടിയായപ്പോൾ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടാൻ തുടങ്ങി. ഇത് ഗ്ലോബൽ വാർമിങ്ങിലേക്ക് നയിച്ചു. കഴിഞ്ഞ 50 വർഷമായി 10 വർഷത്തിൽ ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചർ 0.2 ഡിഗ്രി വെച്ച് കൂടുന്നുണ്ട്. ഇതൊരു ചെറിയ കണക്കാണെന്ന് കരുതണ്ട. ആവറേജ് 0.2 ഡിഗ്രി ഉണ്ടെങ്കിൽ ഭൂമിയുടെ പല ഭാഗത്തും അത് 3-4 ഡിഗ്രി ആയിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ആവറേജ് 50 കിലോമീറ്റർ വേഗത്തിൽ വാഹനം ഓടിച്ചു പോകുമ്പോൾ
പലപ്പോഴും അത് 80ഉം 90ഉം കിലോമീറ്ററും പലപ്പോഴും 20ഉം 25 കിലോമീറ്ററും ആകാറില്ലേ? ആവറേജ് ഒരു 60 കിലോമീറ്റർ ആയാൽ കൂടിയ വേഗത 100-115 ആകും. അതുപോലെ ഈ 0.2 ഡിഗ്രി എന്നത് നിസ്സാരമാക്കണ്ട, വളരെ കൂടുതൽ തന്നെയാണിത്. ഇക്കണക്കിന് പോയാൽ അടുത്ത ഒരു 50 വർഷത്തിനുള്ളിൽ മാലിദ്വീപുകൾ മുഴുവൻ മുങ്ങിപ്പോകും. ലക്ഷദ്വീപിൻ്റെ പകുതിയും കടൽ വിഴുങ്ങും. കേരളത്തിൻ്റെ തീരദേശത്ത് വലിയൊരു ഭാഗം കടൽ കൊണ്ടുപോകും. അതായത് ഒരു 100 വർഷങ്ങൾ കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു 2-3 തലമുറ കൂടി കഴിഞ്ഞാൽ ഭൂമിയിലെ വാസം ദുസ്സഹമായിരിക്കും. അതുകൊണ്ട് ഫാക്ടറികൾ അടച്ചിടണോ? വാഹനങ്ങൾ വേണ്ടേ? അങ്ങനെ നമുക്കിന്നുള്ള സൗകര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് ശിലായുഗത്തിലേക്ക് പോകണോ? ഒന്നും വേണ്ട. ഭൂമിക്ക് താങ്ങാൻ കഴിയുന്ന കാർബൺ മാത്രം പുറന്തള്ളുക, നഷ്ടപ്പെട്ടു പോയ വനസമ്പത്ത് വീണ്ടെടുക്കുക, കാർബൺ എമിഷൻ കഴിയുന്നത്ര കുറയ്ക്കുന്ന ടെക്നോളജികൾ കണ്ടെത്തുക, അവ വ്യാപകമാക്കുക. ലോകം മുഴുവൻ ഈ ഒരു ബോധവൽക്കരണം നടക്കുന്നുണ്ട്. പ്രശ്നത്തിൻ്റെ ഗൗരവം രാജ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് വ്യാപകമാകുന്ന സൗരോർജ്ജ വൈദ്യുതി ഈ ഒരു ബോധ്യത്തിൻ്റെ ഫലമാണ്. വെള്ളം മാത്രം പുറന്തള്ളുന്ന ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വലിയ തോതിൽ പ്രചരിക്കുന്നു. ഇന്ത്യയിലും ഹൈഡ്രജൻ ട്രെയിനുകൾ ഉടൻ ഓടിത്തുടങ്ങുകയാണ്. നാം ഇന്ന് റോഡിൽ ധാരാളം കാണുന്ന വൈദ്യുത വാഹനങ്ങൾ മറ്റൊരു വിപ്ലവമാണ്. നോക്കൂ കൂട്ടുകാരെ, പ്രകൃതിയുടെ ബാലൻസ് തെറ്റുകയൊന്നുമില്ല. തെറ്റുന്നുവെന്ന് കണ്ടാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം പ്രകൃതിയിൽ തന്നെയുണ്ട്. പക്ഷേ ആ കറക്ഷൻ പ്രോസസ്സിനിടയിൽ ഇവിടെ മനുഷ്യൻ എന്നൊരു സാധനം വേണം എന്ന് പ്രകൃതിക്കൊരു നിർബന്ധവുമില്ല. മനുഷ്യനും ജീവജാലങ്ങളും ഇല്ലെന്ന് വെച്ച് ഈ ഭൂമിക്കോ പ്രപഞ്ചത്തിനോ ഒരു ചുക്കും സംഭവിക്കില്ല. എന്നാൽ നമുക്ക് ജീവിക്കാൻ ഈ ഭൂമിയേ ഉള്ളൂ. നാളെ മനുഷ്യരും നമ്മുടെ തലമുറകൾക്കും ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് നാം ചില കാര്യങ്ങൾ ചെയ്യണം. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുമല്ലോ. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.